നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്ന പരിശുദ്ധ റമദാന് വിട പറഞ്ഞ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി എത്തിയത്. ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിന്റെ 21 ഗർഡറുകൾ സ്ഥാപിച്ചു. ആലപ്പുഴ കൊമ്മാടിക്ക് സമീപത്തും ബീച്ചിന് സമീപത്തുമാണ് ഗർഡർ സ്ഥാപിക്കൽ അതിവേഗം പുരോഗമിക്കുന്നത്. നിലവിൽ വിജയ് പാർക്കിന് സമീപത്തെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണിപ്പോൾ നടക്കുന്നതും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഉയരുന്നു. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 52,880 രൂപയാണ് ഇന്നത്തെ വില. GSTയും പണിക്കൂലിയും കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉപഭോക്താവിന് 57,000-ഓളം രൂപ നൽകേണ്ടി വരും. SNDP യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണർവ് 2024 എന്ന പേരിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കിടങ്ങാമ്പറമ്പ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ടെക്ജൻഷ്യ CEO ജോയി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരുന്നാളിനൊരു കൈത്താങ് എന്ന പേരിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് മുസ്ലിം സർവീസ് സൊസൈറ്റി രംഗത്ത്. MSS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒരു മാസം നീണ്ടുനിന്ന പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്ന പരിശുദ്ധ റമദാൻ വിട പറഞ്ഞ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി എത്തിച്ചേർന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹ്. പുണ്യങ്ങളുടെ പൂക്കാലമായി ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്രതമാസ രാവുകൾക്ക് വിട നൽകി മാനത്ത് ശവ്വാലമ്പിളി തെളിഞ്ഞതോടെ തക്ബീർ ധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമായി. പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. തെളിഞ്ഞ അന്തരീക്ഷമായതിനാൽ തന്നെ നൂറുകണക്കിന് വിശ്വാസികൾ ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയ്ക്കായി സജീവമായിരുന്നു. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ആശംസകൾ കൈമാറിയും മധുരം കഴിച്ചും പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം കൈമാറിയും വിശ്വാസികൾ പള്ളിയിൽ നിന്നും ഈദ്ഗാഹുകളിൽ നിന്നും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. അത്തരത്തിൽ 30 ദിനരാത്രം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തിയാകുന്നതോടെ ഒരു മാസം നീണ്ട പ്രാർത്ഥനാ നിർഭരമായ അച്ചടക്കമുള്ള ജീവിതം വരും ദിവസങ്ങളിലും തുടരുമെന്ന പ്രതിജ്ഞ മനസ്സിൽ കരുതിയാണ് ഓരോ വിശ്വാസിയും പ്രാർത്ഥനയ്ക്ക് ശേഷം ഭവനങ്ങളിലേക്ക് മടങ്ങിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിന്റെ 21 ഗർഡറുകൾ സ്ഥാപിച്ചു. ആലപ്പുഴ കൊമ്മാടിക്ക് സമീപത്തും ബീച്ചിന് സമീപത്തുമാണ് ഗർഡർ സ്ഥാപിക്കൽ അതിവേഗം പുരോഗമിക്കുന്നത്. നിലവിൽ വിജയ് പാർക്കിന് സമീപത്തെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണിപ്പോൾ നടക്കുന്നതും. ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിന്റെ 21 ഗർഡറുകൾ സ്ഥാപിച്ചു. ആലപ്പുഴ കൊമ്മാടിക്ക് സമീപത്തും ബീച്ചിന് സമീപത്തുമാണ് ഗർഡർ സ്ഥാപിക്കൽ പൂർത്തിയായത്. നിലവിൽ വിജയ പാർക്കിന് സമീപത്തെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണിപ്പോൾ പുരോഗമിച്ചു വരുന്നത്. പുതിയ ബൈപ്പാസിൽ ആകെ 350 ഗർഡറുകളാണ് ഉള്ളത്. ഗർഡറുകൾ സ്ഥാപിക്കുന്നത് പ്രയാസമേറിയ ജോലി ആയതിനാൽ തന്നെ മാസങ്ങൾ വേണ്ടിവരും ഇത് പൂർത്തിയാക്കാൻ. കളർകോട് ഭാഗത്തും മാളികമുക്ക് ഭാഗത്തും തൂണുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഈ ഭാഗത്ത് റെയിൽവേ ലൈനിന് മുകളിലൂടെ നിർമ്മാണം നടത്താൻ റെയിൽവേയുടെ അനുമതി ലഭിക്കാൻ വൈകിയതാണ് ഇവിടെ നിർമ്മാണം വൈകാനുള്ള കാരണമെന്നും സൂചനയുണ്ട്. തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇവിടെയും ഗർഡറുകൾ സ്ഥാപിക്കും. 96 തൂണുകളിൽ 80 തൂണുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായി. ഗർഡറുകൾ സ്ഥാപിച്ച ശേഷം റൂഫ് സ്ലാബ് നിർമ്മാണമാണ് അടുത്ത ഘട്ടം. 4 ഗർഡറുകളാണ് ഒരു സ്പാനിൽ സമാന്തരമായി സ്ഥാപിക്കുന്നത്. അതിന് മുകളിലാണ് റൂഫ് സ്ലാബ് വരുന്നത്. ബൈപ്പാസ് പാലത്തിൽ നിലവിൽ 12 മീറ്റർ വീതിയുള്ള 2 വരിപ്പാതയാണ് ഉള്ളത്. 14 മീറ്റർ വീതിയിൽ 3 വരിപ്പാത കൂടി സമാന്തരമായി വരുന്നതോടെ ആകെ 5 വരിപ്പാതയാകും ഇവിടെ. 6.8 കിലോമീറ്റർ ആണ് ബൈപ്പാസിന്റെ ആകെ നീളം. ഇതിൽ 3.43 കിലോമീറ്റർ ഉയരപ്പാതയാണ്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.
സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഉയർന്നു. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 52,880 രൂപയാണ് ഇന്നത്തെ വില. GSTയും പണിക്കൂലിയും കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉപഭോക്താവിന് 57,000-ഓളം രൂപയാണ് നൽകേണ്ടി വരുന്നത്. ന്യൂസ് ചാനൽ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഉയരുന്നു. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 52,880 രൂപയാണ് ഇന്നത്തെ വില. GSTയും പണിക്കൂലിയും കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉപഭോക്താവിന് 57,000-ഓളം രൂപ നൽകേണ്ടി വരും. 10 ദിവസത്തിനിടയിൽ 3,000-ഓളം രൂപയാണ് സ്വർണത്തിന് വർധനമുണ്ടായത്. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നതോടൊപ്പം നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വയ്ക്കാനും ആളുകൾ താല്പര്യപ്പെടുന്നതും സ്വർണത്തിന്റെ വില വർധനവിനെ സ്വാധീനിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. ഈ മാസം ആദ്യം ഗ്രാമിന് 6,375 രൂപയായിരുന്നു സ്വർണ്ണവിലയെങ്കിൽ കേവലം 10 ദിവസം പിന്നിട്ടപ്പോൾ ഗ്രാമിന് 6,610 രൂപയായി ഉയർന്നു. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും റെക്കോർഡ് മറികടന്ന് സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. അടിക്കടി വില ഉയരുന്നതുകൊണ്ട് തന്നെ ചെറുകിട സ്വർണ്ണ വ്യാപാര മേഖല നിശ്ചലമാകുന്ന സ്ഥിതിയും ഇപ്പോഴുള്ളതായും വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. SNDP യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2024 എന്ന പേരിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കിടങ്ങാമ്പറമ്പ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ടെക്ജൻഷ്യ CEO ജോയി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, ലഹരി ഉപയോഗം, പരീക്ഷാഭീതി, പ്രണയനൈരാശ്യം, വിഷാദം, മാതാപിതാക്കളോടുള്ള മോശം പെരുമാറ്റം, നവമാധ്യമങ്ങളുടെ ദുരുപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കിടങ്ങാമ്പറമ്പ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ടെക്ജൻഷ്യ CEO ജോയി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. 1-2 വർഷത്തിന് ശേഷം വലിയ ചുമതലകൾ ഏറ്റെടുക്കുമ്പോൾ അത് നിത്യജീവിതത്തിലായാലും നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചുമതല, അത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടത്ര സ്കില്ലുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിച്ചതിനേക്കാൾ കൂടുതൽ ജ്ഞാനം നേടുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വിദഗ്ധർ പറയുക. ജ്ഞാനം നേടുന്നുണ്ട്, പക്ഷെ അതിന് തക്കതായ വിജ്ഞാനവും വിവേകവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ, ജീവിക്കാനുള്ള സ്കില്ലുകൾ നിങ്ങൾ നേടുന്നുണ്ടോ എന്നതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്ന കാലത്താണ് യൂത്ത് മൂവ്മെന്റ് ഈ വെക്കേഷൻ കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കുന്നു, നടപ്പാക്കുന്നത്. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് M രാകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വിഷ്ണു സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഫാമിലി കൗൺസിലറും മോട്ടിവേറ്ററുമായ അനൂപ് വൈക്കം ക്ലാസ് നയിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ, പ്രസിഡന്റ് P ഹരിദാസ്, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, യോഗം ബോർഡ് അംഗങ്ങളായ PV സാനു, AK രംഗരാജൻ, KP പരീക്ഷിത്, യൂത്ത് മൂവ്മെന്റ് വൈസ് പ്രസിഡന്റ് മനോജ്, ജോയിന്റ് സെക്രട്ടറി സജോ സദാശിവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം S സുജിത്, രഞ്ജിത്ത് വിശ്വപ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പെരുന്നാളിന് ഒരു കൈത്താങ് എന്ന പേരിൽ പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് മുസ്ലിം സർവീസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രംഗത്ത്. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. MSS ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. പെരുന്നാളിനൊരു കൈത്താങ് എന്ന പേരിൽ പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് മുസ്ലിം സർവീസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രംഗത്ത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾക്കാണ് വിവിധ ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റ് MSSന്റെ നേതൃത്വത്തിൽ നൽകിയത്. ആലിശ്ശേരി അബ്ദുള്ള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഭക്ഷ്യക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ നിർവഹിച്ചു. സമൂഹത്തിലെ നിരാലംബരായവരെ സഹായിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ പ്രവൃത്തിയാണെന്നും അത്തരത്തിൽ മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം തീർത്തും മാതൃകാപരമാണെന്നും PSM ഹുസൈൻ അഭിപ്രായപ്പെട്ടു. പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നാം ഒരുങ്ങിയിറങ്ങുന്ന ഘട്ടത്തിൽ എന്താണ് ഓരോരുത്തരുടെയും ഉള്ളകങ്ങളിലുള്ള അവസ്ഥ എന്ന് നമുക്ക് അറിയാതിരിക്കുന്ന ഘട്ടത്തിൽ
ചിലപ്പോൾ നമ്മൾ നല്ല വസ്ത്രധാരികളായി പുറത്തിറങ്ങിയ മറ്റാർക്കും നമ്മുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ജീവിച്ചു പോകുമ്പോൾ ഘട്ടമാണെങ്കിലും ആ പെരുന്നാളിന്റെ സുദിനത്തിൽ വീട്ടിനകത്ത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നല്ല ഒരു ഭക്ഷണം വെച്ച് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ലാത്തവരുണ്ടെങ്കിൽ അത്തരം ആളുകളെ തിരിച്ചറിയാനും അത് അവരിലേക്ക് എത്തിക്കാനും കഴിയുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമം MSS ഇവിടെ നടത്തുമ്പോൾ അത് കുറെ അധികം ആളുകൾക്കെങ്കിലും അതൊരു കൈത്താങ്ങായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മുസ്ലിം സർവീസ് സൊസൈറ്റി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കമാലം മാക്കീൽ, M ഷംസുദ്ദീൻ, A മുഹമ്മദ്, നവാസ് കോയ, A അൻസാരി, CE അഷ്റഫ്, A അമീർ അസീസ്, സിറാജുദ്ദീൻ മുസ്ലിയാർ, ഹാജി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. സാദിഖ് മാക്കീൽ സ്വാഗതവും ഹാജി സലീം രാജ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്ന പരിശുദ്ധ റമദാന് വിട പറഞ്ഞ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയ്ക്കായി പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി എത്തിയത്. ആലപ്പുഴ ബൈപ്പാസിന് സമാന്തരമായി നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിന്റെ 21 ഗർഡറുകൾ സ്ഥാപിച്ചു. ആലപ്പുഴ കൊമ്മാടിക്ക് സമീപത്തും ബീച്ചിന് സമീപത്തുമാണ് ഗർഡർ സ്ഥാപിക്കൽ അതിവേഗം പുരോഗമിക്കുന്നത്. നിലവിൽ വിജയ് പാർക്കിന് സമീപത്തെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയാണിപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഉയരുന്നു. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് 52,880 രൂപയാണ് ഇന്നത്തെ വില. GSTയും പണിക്കൂലിയും കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഉപഭോക്താവിന് 57,000 രൂപ നൽകേണ്ടി വരും. SNDP യൂത്ത് മൂവ്മെന്റ് അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണർവ് 2024 എന്ന പേരിൽ കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കിടങ്ങാമ്പറമ്പ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ടെക്ജൻഷ്യ CEO ജോയി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പെരുന്നാളിന് ഒരു കൈത്താങ് എന്ന പേരിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് മുസ്ലിം സർവീസ് സൊസൈറ്റി രംഗത്ത്. MSS ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.